നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇപ്പോൾ KSRTCയിലെ പ്രവർത്തകരുടെ ചില രീതികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് നമുക്കറിയാം, LDF സർക്കാർ അധികാരത്തിൽ നിന്ന് 10 വർഷത്തിന് ശേഷം പടിയിറങ്ങുമ്പോൾ UDF അധികാരത്തിലേറിയപ്പോഴുണ്ടായ ഒരു ചരിത്രപരമായ തീരുമാനമായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി, വനിതകൾക്ക് വേണ്ടി ഒരു ഫ്രീ സർവീസ്, അതായത് KSRTCയിൽ സൗജന്യ യാത്ര ഉറപ്പാക്കും എന്നുള്ള തീരുമാനം. ഇത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അല്ലെങ്കിൽ പൊള്ളയായ വാഗ്ദാനം എന്ന തരത്തിലൊക്കെ ആദ്യം ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അധികാരമേറി 30 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ UDF സർക്കാർ ആ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. പക്ഷേ പദ്ധതി നടപ്പിലാക്കുമ്പോഴും വലിയ ആശങ്കകളാണ് കേരളത്തെ സംബന്ധിച്ചുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുവെച്ച പിണറായി സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ്. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ പോലും ലക്ഷങ്ങൾ കടം എന്ന തരത്തിലാണ്, പൊതുകടം എന്ന തരത്തിലാണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള സ്ത്രീ വിഭാഗത്തിന് ഈ പറയുന്ന സൗജന്യ യാത്ര കൂടെ നൽകുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഒരു മാർഗത്തിലൊന്നായ KSRTC വരുമാനം അത് കുറയാൻ സാധ്യതയില്ലേ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. അത്തരം ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഇതേ പദ്ധതി, ഇതേ സംവിധാനം ഉപയോഗിച്ച് അതിൽ പ്രവർത്തിക്കുന്ന കണ്ടക്ടർമാർ വലിയ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതകൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒന്നാണ്. എങ്കിൽ പോലും ആ പദ്ധതി ഒരു വാഗ്ദാനമായതുകൊണ്ട് തന്നെ നടപ്പിലാക്കാനാണ് UDF തീരുമാനിച്ചത്. അത്തരത്തിൽ അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് ഈ പറയുന്നത് പോലെ സർക്കാരിന് പോലും ഇരുട്ടടിയായി KSRTC ഡ്രൈവർമാർ വലിയ തട്ടിപ്പ് നടത്തിയത്. പുരുഷന്മാർക്ക് സൗജന്യ യാത്രയുടെ ടിക്കറ്റ് നൽകി പുരുഷന്മാരോട് വാങ്ങുന്ന പണം, അതായത് KSRTCയിലേക്ക് വരേണ്ടുന്ന പണം, അത് സ്വന്തം കീശയിലേക്ക് ഇടാൻ ചില KSRTC കണ്ടക്ടർമാർ, ചില വിരുദ്ധന്മാർ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള ചില അന്വേഷണത്തിൽ ആ ഒരു സംഭവം കൃത്യമായിട്ട് പിടിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ വലിയ ഉഡായിപ്പ്, അത് സാമ്പത്തിക ബാധ്യത, കേരളത്തിന് വരാൻ പോകുന്ന സാമ്പത്തിക ബാധ്യതയുടെ വലിയൊരു ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സർക്കാരിനെ പോലും മണ്ടന്മാരാക്കിക്കൊണ്ട് ഇത്തരത്തിൽ സ്വന്തം കീശ നിറയ്ക്കാൻ നോക്കിയ KSRTC കണ്ടക്ടർമാർക്ക് കൃത്യമായിട്ടുള്ള പണി കിട്ടിയിട്ടുണ്ട്, നല്ല നടപടികളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫ്രീ ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അധികം ആരും ഈ ടിക്കറ്റ് വിശദാംശങ്ങളൊന്നും പരിശോധിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ KSRTC അല്ലെങ്കിൽ മറ്റ് സർവീസുകളിലൊക്കെ ടിക്കറ്റ് വാങ്ങുന്നു, നമ്മൾ അവരെത്രയാണ് പണം പറയുന്നത് അത് കൊടുക്കുന്നു എന്നുള്ള രീതിയാണ്. പലരും ഈ ടിക്കറ്റ് പരിശോധിക്കാറില്ല. അതാണ് ഈ KSRTC കണ്ടക്ടർമാർ ദുരുപയോഗം ചെയ്തത്. അത്തരത്തിൽ ഫ്രീ ടിക്കറ്റ് കൊടുത്ത് അവരോട് പണം വാങ്ങി അത് സ്വന്തം കീശയിലേക്ക് ഇടുന്നതായിരുന്നു പദ്ധതി. പക്ഷേ ചില ആളുകൾ ഈ വിഷയം എന്തുകൊണ്ട് ഈ ഫ്രീ ടിക്കറ്റ് ഞങ്ങൾക്ക് തന്നു എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയ്യോ അത് ടിക്കറ്റ് മാറിപ്പോയതാണ് എന്ന് പറഞ്ഞ് ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത രീതിയിൽ ആ ടിക്കറ്റിന് പകരം നോർമൽ ടിക്കറ്റ് കൊടുത്ത പ്രശ്നം സോൾവ് ചെയ്യുകയായിരുന്നു ഉണ്ടായത്. പക്ഷേ കൃത്യമായിട്ട് അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ തട്ടിപ്പ് പുറത്തായി. ഇതോടുകൂടെ 3ഓളം KSRTC കണ്ടക്ടർമാർക്ക് ജോലി തെറിക്കേണ്ടുന്നതടക്കമുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടി വരും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും KSRTC ഈ വിഷയം കൃത്യമായി പരിഗണിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നടപടികൾ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. KSRTC പ്രിയദർശിനി പദ്ധതിയിൽ പുരുഷ യാത്രക്കാർക്ക് 0 വാല്യൂ ടിക്കറ്റ് നൽകി തട്ടിപ്പ് നടത്തിയ സംഘത്തിൽ 3ഓളം കണ്ടക്ടർമാരുണ്ട് എന്നും അവർക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞു എന്നുമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന സൂചനകൾ. യാത്രക്കാരിൽ നിന്ന് പണം വാങ്ങിയ ശേഷമാണ് ടിക്കറ്റുകൾ നൽകിക്കൊണ്ടിരുന്നത്. പുരുഷന്മാരിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റ് തുക ജീവനക്കാർ സ്വന്തം പോക്കറ്റിലേക്ക് ആക്കി എന്നുള്ളതാണ് വിവരങ്ങൾ. ബസ്സുകളിൽ നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധനകളിലാണ് ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകളുണ്ട് എന്ന് കണ്ടെത്തിയത്. എന്തായാലും തട്ടിപ്പ് നടത്തിയ പത്തനാപുരം ഡിപ്പോയിലെ കണ്ടക്ടറെ പിടികൂടി എന്നാണ് വിവരം. 18 രൂപയുടെ ടിക്കറ്റിന് 0 വാല്യൂ പ്രിയദർശിനി ടിക്കറ്റ് ഒരാൾക്ക് നൽകി എന്നാണ് കണ്ടെത്തിയത്. കണ്ടക്ടറുടെ ബാഗിൽ 40 രൂപ അധികം ഉണ്ടായിരുന്നു എന്നും
പരിശോധനയിൽ വ്യക്തമായി. ഇതോടെ കൊല്ലം ജില്ലയിൽ പ്രിയദർശിനി ബസ്സുകളിൽ വിജിലൻസ് ഇൻസ്പെക്ടർമാരുടെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രിയദർശിനി പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നാണെന്നിരിക്കെയാണ് ഇവിടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. പ്രിയദർശിനി പദ്ധതി തട്ടിപ്പിലൂടെ സർക്കാരിനും KSRTCക്കും ഒരുപോലെ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന ഒരു കാര്യമാണിത്. കൃത്യമായി കളക്ഷൻ ഉയർത്തിക്കാട്ടി ബത്തയും തട്ടുകയായിരുന്നോ ഇതിലൂടെ ഇവർ ഉദ്ദേശിച്ചത് എന്നുള്ള ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. 14,000 രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കാണിച്ചാൽ 1% വീതം ബത്ത ജീവനക്കാർക്ക് ലഭിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ ഒരു സിസ്റ്റം കൂടെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് സൂചന. 20,000 രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കാണിച്ച് പ്രതിദിനം 200 രൂപയോളം ബത്ത ഇനത്തിലും കൈപ്പറ്റി എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന KSRTCയുടെ പദ്ധതിയാണ് പ്രിയദർശിനി. പദ്ധതി പ്രകാരം എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും യാത്ര സൗജന്യമായിരുന്നു. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ്, ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ ക്ലാസുകളിലാണ് സൗജന്യ യാത്ര ഒരുക്കിയിട്ടുള്ളത്. പ്രതിദിനം ശരാശരി 7.25 ലക്ഷം സ്ത്രീകളോളം യാത്ര ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. നിലവിൽ 3,125 ഓർഡിനറി ബസ്സുകളാണ് ഈ പദ്ധതികൾക്കായിട്ട് നൽകിയിട്ടുമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ യാത്രയുടെ അളവുകൾ കൂടിയിട്ടുണ്ടെങ്കിലും സാമ്പത്തിക ബാധ്യത അത് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് ഗതാഗത മന്ത്രി അടക്കം പറയുമ്പോഴാണ് അദ്ദേഹം പോലും അറിയാതെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലും പറ്റിച്ചുകൊണ്ട് സ്വന്തം തൊഴിലാളികൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള നടപടികൾ ഇനി അങ്ങോട്ട് ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടെ പുറത്തു വരുന്നു. എന്തായാലും യാത്രക്കാർ കൂടെ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ നൽകുന്ന സൂചനകൾ. അതായത് നിങ്ങൾക്ക് നൽകുന്ന ടിക്കറ്റ് അത് കൃത്യമായി പരിശോധിച്ച എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് വിലയിരുത്തുകയും ഈ പറയുന്നത് പോലെ 0 വാല്യൂ ടിക്കറ്റാണ് നൽകുന്നതെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും വേണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്.